നമസ്കാരം എൻ്റെ കേൾവിക്കാരെ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത് കേൾക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നേരത്തെ എണീക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പം നേരത്തെ എണീറ്റ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ മനസ്സിലേക്ക് ഒഴുക്കോടെ വന്നൊരു സംഭവം എഴുതി വെച്ചതാണ് കേട്ടോ. ഇതൊരു ഉത്തരമാണ്. ചോദ്യങ്ങളില്ലാത്തവർക്ക് എന്തിനാണ് ഉത്തരം, അല്ലേ? എല്ലാം അറിയുന്നവർക്കും ഉത്തരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി. നിരീശ്വരവാദിയും ഈശ്വരവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേരെ കണ്ണുകെട്ടി ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് നിറഞ്ഞ ഒരു ഓടയുടെ അരികിൽ കൊണ്ടു നിർത്തിയെന്നിരിക്കട്ടെ. അതിലൊരാൾക്ക് നല്ല ജലദോഷവുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടും. എന്നാൽ മറ്റേയാൾക്ക് ഇത് അനുഭവപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഒരാൾ ദുർഗന്ധമുണ്ടെന്ന് വാദിക്കുകയും അടുത്തയാൾ ഇല്ലേ എന്ന് വാദിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. ആദ്യത്തെയാൾ അത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. അതിനാൽ അത് അയാൾക്ക് ശരിയാണ്. എന്നാൽ രണ്ടാമത്തെയാൾ അത് അനുഭവിക്കുന്നില്ല. അത് അയാളുടെ ശരിയുമാണ്. എന്നാൽ ശരിക്കും ശരി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ചിലർക്ക് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം. എന്നാൽ പതിയെ അയാളുടെ മൂക്ക് തുറന്നുകൂടായികയുമില്ല. അപ്പോൾ അയാളുടെ ശരി മാറിക്കൂടായികയുമില്ല. ഇതുപോലെ തന്നെയാണ് ഈശ്വരൻ. ഉദാഹരണത്തിൽ പറഞ്ഞത് പഞ്ചേന്ദ്രിയം കൊണ്ട് അറിയാൻ കഴിയുന്നതാണെങ്കിൽ പ്രപഞ്ചശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ടേ അറിയാൻ കഴിയൂ. അത് ഈ മൂക്കടഞ്ഞവൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാവരുടെയും തുറന്നിരിക്കുന്നില്ല. അത് തുറക്കുന്നത് വരെയുള്ള ഒരാളുടെ സത്യമായിരിക്കില്ല. അത് തുറന്നു കഴിഞ്ഞാൽ അയാളുടെ സത്യം. അതിനാൽ ഇവിടെ തർക്കത്തിൻ്റെയോ തെളിയിക്കലിൻ്റെയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അറിഞ്ഞവന് അതാണ് സത്യം, അറിയാത്തവൻ അതും. പരമമായ സത്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരാനാണ് ഭഗവത്ഗീതയും ബൈബിളും ഖുർആനും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ വാച്യാർത്ഥം മാത്രം മനസ്സിലാവുന്ന തരത്തിൽ നമ്മുടെ ചിന്താശേഷി ചുരുങ്ങിപ്പോവുകയും വളച്ചൊടിച്ച് എതിരാളിയുടെ നേർക്ക് ആയുധമാക്കുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധി കുരുട്ടുബുദ്ധിയായി പോവുകയും ചെയ്തു എന്ന് മാത്രം. ചിലർ എൻ്റെ ശരിയാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരോട് പറയട്ടെ, ശരിക്കും ഏറ്റവും ശരിയെന്നൊരു ശരിയില്ല. നമ്മൾ അറിയുന്നത് മാത്രമാണ് നമ്മുടെ ശരി. കൂടുതൽ അറിയുന്നതിനനുസരിച്ച് അത് മാറിയേക്കാം. ശാസ്ത്രാവബോധം ആവശ്യമാണ്. എന്നാൽ ശാസ്ത്രം എല്ലാമാണ് എന്ന് പറയുന്നിടത്താണ് തെറ്റ്. ശാസ്ത്രം എല്ലാം കീഴടക്കിയെന്ന് പറയാനാവില്ല. ശാസ്ത്രത്തിന് പിടികൊടുക്കാതെ പലതും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കണ്ടെത്തിയാൽ അത് ശാസ്ത്രത്തിൻ്റെ കുപ്പിയിലിട്ട് വയ്ക്കാം. ഇല്ലെങ്കിൽ അത് കുപ്പിക്ക് പുറത്ത് വിഹരിക്കട്ടെ. ഇത് പറയുന്നത് കൊണ്ട് എല്ലാവരും വന്നെന്നെ അഭിനന്ദിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്നതാണല്ലോ നമ്മുടെ തത്വം. എല്ലാവരെയും സുഖിപ്പിക്കുന്ന നുണകളാണല്ലോ സത്യത്തെക്കാൾ എല്ലാവർക്കും പ്രിയം. തെറ്റു കണ്ടാൽ ശിക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയുടെയോ കൈക്കൂലി കൊടുത്താൽ കാര്യം നേടിത്തരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെയോ നിലവാരത്തിലേക്ക് പ്രപഞ്ചശക്തി എന്ന ഊർജ്ജത്തെ താഴ്ത്തിയെടുത്തു നിന്നാണ് നമ്മുടെ തെറ്റുകൾ ആരംഭിച്ചത്. സദാ നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല ചിന്തകളും നിരീക്ഷിക്കപ്പെടുന്നു എന്ന സത്യമൊഴിച്ചാൽ മറ്റു പലതും ഓരോരുത്തരുടെ മനസ്സിലുദിച്ച പല ആശയങ്ങളാണ്. മതങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ ഈ പ്രപഞ്ചശക്തിയിലേക്കുള്ള വഴി എന്ന നിലയിൽ സതുദ്ദേശത്തോടെ നിലനിന്നിട്ടുണ്ടാവാം. എന്നാൽ അധികാരമോഹമാണ് ഇന്ന് അതിനെ നയിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം അത് മനുഷ്യരെ തടവിലാക്കാൻ ശ്രമിക്കുകയാണ്. പ്രപഞ്ചശക്തിയും ആത്മാവിൻ്റെ പല ജന്മങ്ങളിലായുള്ള ഈ പ്രപഞ്ചശക്തിയിലേക്കുള്ള സഞ്ചാരവും മറച്ചു വെച്ച് ആളുകളെ മതത്തിനുള്ളിൽ തളച്ചിടാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള ഉപായങ്ങൾ പല ചടങ്ങുകളും ആചാരങ്ങളുമായി ഇവിടെ നമ്മോടൊപ്പം സുഖമായി ജീവിക്കുന്നു. ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മൾ കണ്ടെത്താതെ പോകുന്നത് എന്താണോ അതാണ് ഈശ്വരൻ. ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരാത്ത ഒരൊറ്റയാൾക്കും ഇതൊന്നും വ്യക്തമാകില്ല. അറിയണം എന്ന ശക്തമായ ആഗ്രഹവും അവനവനിലുള്ള നിരീക്ഷണവും എല്ലാ സത്യങ്ങളും വെളിവാകാൻ കാരണമാകും. സ്വയം എല്ലാം മനസ്സിലാകും. സത്യത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയും നിലയ്ക്കാത്ത അന്വേഷണവുമാവട്ടെ എല്ലാവരുടെയും ജീവിതം.